ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഓപ്ഷനാണ്. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമുക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ പറഞ്ഞ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു അടിപൊളി ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വാട്സപ്പ്, ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ നമ്മൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇവിടെ സെർച്ച് ബാറിൽ നമുക്ക് വാട്സപ്പ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വാട്സപ്പ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയാണ് കാണിക്കും. ഇവിടെ നമുക്ക് നേരെ മുന്നിലായിട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. അപ്ഡേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അപ്ഡേറ്റ് ആവും. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കുറെ പ്രൊഫൈലുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് മെറ്റ എ കാണിക്കുന്നുണ്ട്, എയുടെ ലോഗോ കാണിക്കുന്നുണ്ട്. ഞാൻ ഇതൊന്നല്ല പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഞാൻ ഏറ്റവും മുകളിലുള്ള എന്റെ തന്നെ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പ്രൊഫൈലൊക്കെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം അല്ലേ. അതിന് തൊട്ടടുത്ത് അറ്റാച്ച് ബട്ടൺ കാണുന്നുണ്ട്. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് ഡോക്യുമെന്റ്, ക്യാമറ, ഗാലറി, ഓഡിയോ, ലൊക്കേഷൻ, പേയ്മെന്റ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഏറ്റവും അവസാനമായിട്ട് 9ാമത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഇമാജിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് വാട്ട് ഡു യു വാണ്ട് ടു ഇമാജിൻ, എന്താണ് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇമാജിന്റെ തൊട്ടടുത്ത് എനിത്തിങ് എന്തും കൊടുക്കാം. എന്ത് കാര്യങ്ങൾ വേണം, നിങ്ങൾ ചന്ദ്രനിൽ പോയാൽ എങ്ങനെയുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയാൽ എങ്ങനെയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും ഈ AI നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് തരും. ഞാൻ ഇവിടെ എൻ്റെ കുട്ടിക്കാലം, മൈ ചൈൽഡ്ഹുഡ് ഒന്ന് ഞാൻ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുക്കുകയാണ്. രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്, കണ്ടില്ലേ. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ആനിമേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. നമുക്കതൊരു ആനിമേഷൻ, അതായത് ഒരു മൂവിങ് എഫക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ആനിമേറ്റ് കൊടുത്താൽ കണ്ടില്ലേ, ഇതേപോലെ നല്ല രസകരമായിട്ട് അത് നമുക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ എന്ത് കാര്യങ്ങളും നമുക്ക് ഇതേപോലെ നമുക്ക് ആനിമേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ ഇവിടെ സാധിക്കും. താഴെ ഇവിടെ സെൻഡ് ബട്ടൺ ഉണ്ട്. അതായത് ആനിമേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇമാജിൻ ക്ലിക്ക് ചെയ്യുക. ഇമാജിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അടുത്തായിട്ട് ഞാൻ എൻ്റെ നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം അല്ലേ. മൈ ഓൾഡ് ഏജ് ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നിങ്ങളുടെ അറിയുന്ന രീതിയിൽ ഇംഗ്ലീഷ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ ഓൾഡ് ഏജിൽ ഇങ്ങനെയാണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് നമുക്ക് സെൻഡ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ആനിമേഷൻ കൊടുക്കാം. താഴെ ആനിമേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ആനിമേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആനിമേറ്റ് ചെയ്ത് കാണിച്ചു തരും. നല്ല അടിപൊളി രീതിയിലാണ് ആനിമേഷൻ വർക്ക് ചെയ്യുന്നതിൽ, കണ്ടില്ലേ. ഒരു മൂവിങ് എഫക്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങളുടെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാനും സാധിക്കും, കണ്ടില്ലേ. അടിപൊളിയായിട്ടില്ല. അപ്പൊ ഇതൊന്ന് നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്ത് തന്നെ തരുന്നതാണ്. അപ്പൊ